ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷ ഷിയാസ് വ്ളോഗ്സ്. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോയ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ജുബൈലിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ദ മൂവ് ഇൻഡസ്ട്രിയൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് വന്നിട്ട് അൽ നഖീൽ ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ സീ സൈഡിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ദ മൂവ് സെൻറ്റർ എന്ന് പറയുന്നത്. 14,500 സ്ക്വയർ ഫീറ്റിലാണ് ഈ മൂവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സൗദിയിലുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ നടന്ന് വന്നപ്പോൾ കുറേ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ തന്നെ. ഈ ഒരു മൂവ് സെൻറ്ററിൻ്റെ രാത്രിയിലെ വ്യൂ ഇതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ റെസ്പോൺസ് കാണുമ്പോഴാണ് നമുക്കിതുപോലെ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ അതിനേക്കാൾ ഭംഗിയിൽ നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് കുറേ റെസ്റ്റോറൻറ്റുകളും കഫേസും ഒക്കെ ഉണ്ട്. നമുക്ക് സീ സൈഡിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയെന്ന രീതിയിൽ കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അൽ നഖീൽ ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അൽ നഖീൽ ബീച്ച് വരുന്നത്. അൽ നഖീൽ ബീച്ച് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഐക്കാർട്ടിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ലോഡഡ് ഫ്രൈസൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് പോയിട്ടാണ്. അപ്പോൾ ജുബൈലിൽ വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഈ ഇൻഡസ്ട്രിയൽ സൈറ്റ്സ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് കേട്ടോ ജുബൈൽ. ഈ ഒരു വ്യൂ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഖത്തീഫിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തോ നമ്മൾ ഫുഡ് കഴിച്ച്. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സൗദിയുടെ പഴയ രീതിയിലാണ് ഇവരിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ നമുക്ക് ലുലുവിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോയിട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.